ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അറിയോ? മത്തങ്ങ കറി. തെണ്ടിമനാണായിട്ട് നമ്മൾ മറ്റേ മത്തങ്ങയല്ല, ഈ സൈസ് മത്തങ്ങ കിട്ടി. അപ്പൊ ഇത് 1 കിലോ ഉണ്ട്. അപ്പൊ നമ്മൾ 1 കിലോ കറി നമ്മൾ വെക്കുന്നില്ല, ഒരു 1/2 കിലോ പകുതി മാത്രം എടുക്കുന്നു, പകുതി മാറ്റി കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ കുക്കിംഗ്. ചെറിയൊരു കറ പോലും വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഇത് നല്ലതായിട്ട് അങ്ങോട്ട് ഇതുപോലെ തൊലിയെല്ലാം അങ്ങ് കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് തൊലി അങ്ങ് കളയുക, അരിഞ്ഞെടുക്കുക. അതുകൊണ്ട് ഇതുപോലെ നല്ല കുട്ടപ്പനൊക്കെ എടുത്തിട്ടുണ്ട്, തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളത്തിലോട്ടായിരുന്നു അരിഞ്ഞിരുന്നത്. ചെറിയ കറ വരുന്നുള്ളതുകൊണ്ട് അപ്പം വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇതുപോലെ കേക്ക് പോലെ കട്ട് ചെയ്ത് ചെറിയൊരു സ്ലൈസായിട്ട് നമുക്ക് ഒരു മീഡിയം ലെവലിലോട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത് വെള്ളത്തിലോട്ട് അരിഞ്ഞില്ല, ആ കറയൊക്കെ പൊക്കോട്ടെ. അപ്പം എല്ലാം ഒന്ന് വെള്ളത്തിലൂടെ അരിഞ്ഞിട്ടിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതുപോലെ നല്ലതായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഒരു അരമുറി സവോളയുടെ ആവശ്യമുള്ളൂ. ഇപ്പം 1/2 കിലോ മത്തങ്ങയല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് തക്കാളി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞു, സബോള അരിഞ്ഞു, പിന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്യാസ് ട്രബിളോ പ്രശ്നമോ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഒരു വെളുത്തുള്ളി ഒന്ന് ചെറിയൊരു ഇതായിട്ട് സേഫ്റ്റി കാർഡ് ചേർക്കുക. നമുക്ക് ഇതിനകത്ത് ചെറിയ ആൾക്കാരെ ഇതിനകത്ത് നമുക്ക് എന്തുവാ വൻപയർ കൂടി ഇട്ട് വേവിച്ച് നമുക്ക് ഇത് വെക്കാൻ പറ്റും കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയായി, പച്ചമുളകായി, സബോളയായി, തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു അരമുറി തേങ്ങ, അല്ലെ അരമുറി ആവശ്യമില്ലായിരിക്കും, എന്നാലും ഒരു അരമുറി തേങ്ങ എടുത്തോ, കുഴപ്പമില്ല. അതിനൊക്കെ നമുക്ക് അരി വെച്ച് സബോള അങ്ങോട്ട് ഇടുക. സബോളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഇച്ചിരി ടേസ്റ്റ് കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് ആ ഒരു അല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നല്ലോ, അതും ചേർത്തിട്ടുണ്ട് അരിയെടുത്തത്. അതിൽ ഒരു നുള്ള് ജീരകം കൂടി ചേർത്ത് അരച്ചെടുക്കുക. നല്ലതായിട്ട് തേങ്ങ അരക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യണം ഫ്രൈ പാൻ. അതിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന മത്തങ്ങ അങ്ങോട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം. അത് അടച്ച് വെച്ചങ്ങ് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ തേങ്ങ നല്ലതായിട്ട് അരയണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് കിട്ടണേ. അപ്പൊ നല്ലതായിട്ട് അടച്ചു വെച്ച് അങ്ങോട്ട് ഇതങ്ങോട്ട് വേവിക്കുക. വേവിച്ച് ഉണ്ടോ എന്നിട്ട് നമുക്ക് നോക്കണം കേട്ടോ, ഒന്ന് എന്തുവാ വേവത്തണ്ട് ഇതുപോലെ ആവും. കൈ പുള്ളി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ആ തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഒരു സ്വല്പം ഉപ്പൂടെ ചേർത്തിട്ടേ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത്, ഉപ്പ് നമുക്ക് ലാസ്റ്റിലൊക്കെ നമുക്ക് ചേരുന്നതനുസരിച്ച് കൂടുതൽ ചേർക്കാം, കുറവാണെങ്കിൽ. അപ്പൊ അടച്ചു വെച്ച് അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് വേവിക്കുക. ഇതങ്ങോട്ട് അങ്ങോട്ട് കിട്ടിയിട്ട് തക്കാളി അങ്ങോട്ട് വെള്ളമെല്ലാം പറ്റി ഇപ്പൊ നല്ലതായിട്ട് വഴുത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടോ. അപ്പൊ നമുക്കിങ്ങനെ ഒത്തിരി എരിവിൻ്റെ ഒന്നും ആവശ്യമുള്ള ഒരു കറിയല്ല. അപ്പൊ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ ചക്കപ്പുഴുക്കൊന്നും അല്ല, കപ്പപ്പുഴുക്കൊന്നും അല്ല ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് സംശയമൊന്നും വേണ്ട. നമ്മൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ അതങ്ങ് കുഴയ്ക്കുക കേട്ടോ. നമുക്ക് ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വാളംപുള്ളി വെള്ളമാണ്. നമ്മൾ ഒത്തിരി തക്കാളി ചേർക്കുന്നുണ്ട്, സ്വല്പം വാളംപുള്ളി വെള്ളം, ഒത്തിരി പുളി ആക്കണമെങ്കിൽ ഒരു ശകലം വാളംപുള്ളി വെള്ളം ചേർത്താൽ മതി. ചൂടുവെള്ളത്തിനകത്ത് വാളംപുള്ളി വെള്ളം ഞാൻ ഒന്ന് മിക്സ് ആക്കി ഒഴിച്ചതാണ്. അതിലൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക. അപ്പം ഒരു ചെറിയ തക്കാളി നമ്മൾ ചേർത്ത്, അപ്പം സ്വല്പം കൂടെ പുളിയും കൂടെ ഇട്ടെന്ന് ഒഴിച്ചതേ ഉള്ളൂ. അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ വാളംപുളി വെള്ളം സ്വല്പം ഒഴിക്കണം കേട്ടോ. നമുക്ക് കരിയാപ്പിലയും ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അങ്ങോട്ട് അടിപൊളിയായിട്ട് അരക്കണം കേട്ടോ. എന്നിട്ട് അതുകൂടെ അങ്ങോട്ട് ഇളക്കുക. ഇപ്പൊ നമ്മുടെ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് നമ്മൾ കുഴച്ചായിരുന്നു കേട്ടോ. നമ്മളെ അടിപൊളിയായിട്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് ഒക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളയ്ക്കുമൊന്നും വേണ്ട. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കറി അഴുക്കായി പോവും. അപ്പം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത്രയും സംഭവം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ കറി ഇവിടെ ഏകദേശം 95% സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി ഉപ്പ് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു സ്വല്പം ഉപ്പ് കുറവായിരുന്നു. അപ്പൊ നമ്മള് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കടുകും കൂടെ പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ പരിപാടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മുടെ കടുക് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് പൊട്ടിക്കണം. അപ്പൊ കറിക്ക് വേറെ ലെവൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം അതങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ആ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കറി ഇവിടെ സെറ്റായി. എല്ലാ സംഭവം ശരിയായിട്ടുണ്ട്. ഉപ്പ് റെഡിയായി, എല്ലാ കാര്യം റെഡി ആയിട്ടുണ്ട്. ഒത്തിരി എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. പച്ചമുളക് പറഞ്ഞ് ചേർത്തിട്ടുണ്ടല്ലോ. നമ്മൾ ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല ആവശ്യത്തിന് നമുക്ക് ചോറിനാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം തന്നെ. ഉറപ്പായിട്ട് നിങ്ങൾ വെച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു കറിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.